ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു വിളവെടുപ്പാട്ടോ. വിളവെടുപ്പ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വിളവെടുപ്പ് കാണാൻ. കാരണം നമ്മൾ നട്ടുണ്ടാക്കി വിളവ് ഇങ്ങനെ കാണും, പ്രത്യേക രസമാണല്ലോ അത്. അപ്പോൾ ഞാൻ പിന്നെ അത് മാത്രമല്ല, എല്ലാവർക്കും നല്ലൊരു പ്രചോദനമാണ്. ഞാൻ വെറും കരിയില ഇപ്പോൾ ഒരു ചില്ലിക്കാശ് മുടക്കാതെ എൻ്റെ എല്ലാ പച്ചക്കറികളും വളവും പൈസ കൊടുക്കേണ്ട, തൈക്കും പൈസ കൊടുക്കേണ്ട, അങ്ങനെ വിളവെടുക്കാൻ പോവുക കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് വിളവെടുക്ക് നിങ്ങളെ കാണിക്കാൻ. എന്നാൽ വരി നമുക്ക് വിളവെടുക്കാം. വിളവെടുപ്പ് ഫസ്റ്റിൽ തക്കാളിമെന്ന് തുടങ്ങുക. തക്കാളി നിലത്തായ തക്കാളി കേട് വരും, കോട്ടിൽ കുത്തി കൊടുത്തില്ല ഈ തിരക്കുകൊണ്ട്, അതുകൊണ്ട് കുറച്ചൊക്കെ കേട് വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് വിത്ത് കിട്ടും, നല്ല തക്കാളിയാണ്. രസമാണ് വിളവെടുപ്പ് ഞങ്ങളെ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ പറയലുണ്ടല്ലോ. ഇതൊക്കെ അങ്ങനെ കോട്ടിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ എന്തുപോലെ ഉണ്ടാവുമായിരുന്നു. ഇതൊക്കെ തക്കാളിയാണ്. കുറേ ഇനൊന്ന് പറിക്കാനുണ്ട്, താമസിച്ചു. ഇത് എങ്ങനെ കുത്തി കൊടുന്നാലും തൊടരുത് തക്കാളി. ഇനി നോക്കട്ടെ, തരിയണോ? നിങ്ങൾ വിചാരിക്കും ഇതെന്താ തക്കാളിയൊക്കെ എങ്ങനെ നിലത്തൂടെ ഏഴിച്ച് നടക്കുന്നത്? അതൊക്കെ തക്കാളിയാട്ടോ. ഇവിടെ ഒരു ഉരുളക്കിഴങ്ങ് ഇങ്ങനെ മുളച്ചുണ്ടായി, ഇതാ കണ്ടോ. അതൊക്കെ വേസ്റ്റ് കൊണ്ടുപോയി ഇട്ടേന്ന് നല്ല നട്ടതൊന്നുമല്ല കേട്ടോ, നിലത്താ. ഇതാ കണ്ടോ, ഉണങ്ങി ഇതായി. ഞാനൊന്ന് മാന്തി നോക്കട്ടെ. ഞാനിവിടെ വന്നിട്ട് കുറച്ച് ദിവസമായി. എന്താ അതാ കണ്ടോ, ഉരുളക്കിഴങ്ങ് ചെറുതുണ്ട്, നോക്കട്ടെ. ഓ, ഇതാ ഉരുളക്കിഴങ്ങ് ഞാൻ നട്ടയല്ല, ഞാൻ നനച്ചു കൊടുത്തിന് കേട്ടോ. യാതാ കണ്ടോ, നനച്ചു കൊടുത്തിന് കുറേ. പിന്നെ എന്നോട് അവിടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് എനിക്ക് അതിൻ്റെ തണ്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിന് ഇത് കുഴപ്പമില്ലാതെ ഉണ്ടാവും. മക്കളെ, എനിക്കിങ്ങനെ മറ്റ് വിളവ് പോലല്ല, എനിക്ക് ഉരുളക്കിഴങ്ങ് കാണുമ്പോൾ എനിക്കൊരു തുള്ളല, ഒരു അറിയാണ്ട് ഞാൻ കൂക്കിപ്പോവും. എന്തിനാ അങ്ങനെ കൂക്കുന്നത് ചോദിച്ചാൽ ഞാൻ കൂക്കിപ്പോവും. എനിക്ക് അത്ര ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങിൻ്റെ വിളവെടുപ്പ്. എന്താ കഴിഞ്ഞ് തോന്നുന്നു കേട്ടോ. കുറച്ച് ഇവിടെ ഉണ്ട് ചുവപ്പ്. ഓ, തക്കാളി തൊട്ടാ ഉരുണ്ടങ്ങ് പോവും, വീടാൻ ഒന്നിനും പറ്റൂല. നനൻ്റെ കുറവേ, നോമ്പായി വെക്കുമ്പോൾ നോമ്പും ഒക്കെ സമയത്ത് എനിക്കിവിടെ വന്ന് നനക്കാനായില്ല. എന്നെ പറഞ്ഞാൽ മതി, നല്ല ആവേശത്തിൽ അങ്ങ് നടൂ. പിന്നെ നോമ്പ് കൂടി ആയപ്പോൾ ഞാൻ തന്നെ തളർന്നു. എന്തായാലും കുഴപ്പമില്ല, എത്ര കിട്ടിയല്ലോ. ഒരു ഉരുളക്കിഴങ്ങിൽ നിന്ന് കിട്ടി, ഒരു കറിക്ക് കിട്ടി, അത് മതി ഒരു സാമ്പാറിന്. ഒരു കപ്പയും കൂടെ അങ്ങ് വിളവെടുക്കട്ടെ എന്ന് വിചാരിച്ച്. ഇതൊക്കെ സമയം തെറ്റി നിൽക്കുക, വലിച്ചാലൊന്നും കിട്ടൂല. ഒരു അനക്കാൻ പറ്റൂല. ഞാനൊന്നേ മാന്തി നോക്കട്ടെ. മൊത്തം അങ്ങോട്ട് എടുക്കാതെ എനിക്ക് വലിച്ചൂടാ, ഊര പോവും, കപ്പൻ്റെ പൂതി മാറും. നോക്കട്ടെ, ഇതൊക്കെ ഇങ്ങനെ മാറ്റട്ടെ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. വേഗം കിട്ടീന്, എല്ലാം അങ്ങോട്ട് മാറ്റിയിട്ടതാ. ഒന്ന് വിളവെടുത്തപ്പം കിട്ടി. ഈ ഭാഗത്തേക്ക് അറിഞ്ഞിട്ടേ അല്ല, ഇവരറിഞ്ഞില്ല ഈ ഭാഗത്ത് കായ്ക്കണം എന്നുള്ളത്. വേറെ അടുത്തത് ചീരയാ, പച്ചച്ചീര ഉണ്ട്, ചുവന്ന ചീര ഉണ്ട്. ഉണ്ടാവും. എന്താ പൂവിട്ടു പോയിട്ടോ, പൂവിട്ട് അതിൻ്റെ വളർച്ചക്കൊരു ഇത് വരും. ഇതാ അടിപൊളി ചീര, എത്രയാ. ഞാൻ വിളവെടുത്തേ ഉരുളക്കിഴങ്ങില്ലേ, ഉരുളക്കിഴങ്ങ് ഇപ്പം അതൊന്നും വിചാരിക്കേണ്ട, അത് പടവളച്ച് കുറച്ചായിരുന്നു. പിന്നെ ആ ഭാഗം ഞാൻ നോക്കിയുമില്ല. എന്നാലും ഇത്ര കിട്ടിയില്ലേ, നമുക്ക് സാമ്പാർ തന്നെ പകുതി വരെ. തക്കാളി ഇവിടെ വെക്കട്ടെ. എന്താ അറിയോ, എനിക്കിതിൽ പച്ചമുളക് വിളവെടുക്കണം. തക്കാളി ചളിയായതൊന്നും നിങ്ങൾ നോക്കണ്ട, അതൊന്നും കുഴപ്പമില്ല, നിലത്തായത് കൊണ്ടാ. പച്ചമുളക് കണ്ടോ. ഈ പച്ചമുളക് എന്താണെന്നറിയാം, ഞാൻ നീളമുളകാണ് വിചാരിച്ചിട്ട്. ഉണ്ടായി നോക്കുമ്പോൾ എന്താ ഇതിന് റോക്കറ്റ് എന്നൊക്കെ പേരുണ്ട് പോലും, എനിക്കതൊന്നും അറിയില്ല, അങ്ങനെ പറയുന്നത് കേട്ട്. സംഭവം ഇത് സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. നോക്ക്, ഓരോന്ന് പച്ചമുളക് ഭംഗിയും ഉഷാറും നല്ലതാന്ന് വിചാരിച്ച് കുറേയൊന്നും നമുക്ക് കൂട്ടാൻ പറ്റൂലല്ലോ, അത് എരുവാ, ഭയങ്കര എരുവാ. അപ്പം
ചീരയിലൊക്കെ ഇടാ. മരുന്നടിക്കാത്ത നല്ല പച്ചമുളകല്ലേ. എൻ്റേതില്ലേ കുറേ പഴുത്തു പോയി. ഞാൻ ഉണക്കി വെച്ചിട്ട് ഒക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് പഴുത്തിട്ട് കാണാൻ, ഉരുണ്ടിട്ട് നല്ല കാട്ട ചോപ്പിൽ എല്ലാം ഞാൻ ഉണക്കി വെച്ചിട്ട് പൊടിപ്പിക്കുമ്പോൾ കൂട്ടാ വിചാരിച്ചിട്ട്. പിന്നെ വിത്തിനും വെക്കാം. എന്താ ഇന്നത്തെ വിളവെടുപ്പിൽ പച്ചമുളക് ഞാൻ എല്ലാം ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെക്കുന്ന. എന്താ പറഞ്ഞാൽ ഈ ഒരു മുറയേ ഉള്ളൂ, അതിലെ നല്ല വിളവെടുക്കണമല്ലോ. അപ്പോൾ ഒക്കെ ഡിസ്പ്ലേക്ക് വെക്കുക. എന്താ 2 കാബേജ് വിളവെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ കാബേജ് എന്താ അടിപൊളി. ഇവിടെ താവുന്നു 2. പിന്നെ കാബേജ് വിളവെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി എന്താ അറിയോ, ഈ ഇതൊക്കെ ലൈല, ഈ ലീഫ് ഇതെല്ലാം നമുക്ക് തോരൻ ഉണ്ടാക്കാം. ഒന്നും വളടാതെ ഉണ്ടാക്കിയല്ല, മരുന്നടിക്കാണ്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ ഒക്കെ പുറമെ വിളവെടുത്ത് കഴിഞ്ഞാൽ ഈ കുറ്റി അട വെക്കണം. കുറ്റി വെച്ചാൽ 2 ആഴ്ച കഴിയുമ്പോൾ ചുറ്റും തൈകൾ വരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അടിപൊളിട്ടോ. നോക്ക് എന്താ സൂപ്പർ. എന്നോട് ഇന്നലെ എന്നെ കാണാൻ ഒരു കൂട്ടർ വന്നിരുന്നു. അവർ പറഞ്ഞ് അവരെ കാബേജ് കൂടുന്നില്ല പോലും. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഞാനൊന്നും ചെയ്തില്ല. അത് നട്ട് ഇങ്ങനെ നനച്ചു കൊടുത്ത് അങ്ങനെ പുല്ല് പറിച്ച് അങ്ങനെയൊക്കെ ചെയ്തുള്ളൂ. കൂടൂ ഇതാ കണ്ടില്ലേ, കൂടിയിട്ട് എന്ത് ഉഷാറുള്ള കാബേജായി. ഇനി ഒന്നും കൂടി വിളവെടുക്കാനുണ്ട്. ഇതൊക്കെ അവിടെ നിന്നോട്ടെ കേട്ടോ. ഇതൊക്കെ തോരന് സൂപ്പർ. ഇതിവിടെ വെക്കട്ടെ. എന്താ ഈ കാബേജും കൂടി വിളവെടുക്കുക കേട്ടോ. അങ്ങനെ 2 കാബേജ് ഞാൻ കാണിച്ചു തരാം. 2 കാബേജ് കൈ പിടിച്ചിട്ട് എന്താ ഭയങ്കര വെയിറ്റാ. എന്താ 2 കാബേജ് എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. ഇങ്ങനെ കണ്ടിരിക്കാനാണ് ഇഷ്ടം. പിന്നെന്ന് പറഞ്ഞാൽ ഇതില്ലേ, ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കാബേജിൻ്റെ ടേസ്റ്റ് അല്ല, ഇതിൻ്റെ വേറെ പ്രത്യേക ടേസ്റ്റ്. നല്ലൊരു ടേസ്റ്റ് അതിന്. ഉണ്ടോ ഇവിടെ കൊണ്ടക്കട്ടെ. എന്താ ഇവിടുന്ന് വിളവെടുത്ത് തളർന്ന് ഇവിടെ ഇരിക്കുക. ഇതൊക്കെ ഇങ്ങനെ വിളവെടുക്കുകയാണല്ലോ. രസാല്ലേ. നിങ്ങളെ കാണിച്ചു തരുന്ന ഇതൊക്കെ കണ്ടിട്ട് നിൽക്കുന്ന പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. എന്താ എന്താ ഇനി ഇവിടെ അപ്പുറത്തുണ്ടോ നോക്കട്ടെ, വിളവെടുക്കാനുണ്ട് തോന്നുന്നു. അവിടെ ഒരു കാബേജ് ഉണ്ടായിരുന്നു. ഒരു കർമൂസ് വിളവെടുക്കുക. എന്ത് സുഖ കർമൂസ് വിളവെടുക്കുന്നത്. ഇവിടുന്ന് അങ്ങ് വിളവെടുത്താൽ മതി. ഇതാ കണ്ടില്ലേ, ഒരു കർമൂസും കൂടി വിളവെടുത്തു. അടുത്തത് ഒരു കൊല ഒടിഞ്ഞതാ. വെട്ടുന്നൊന്നുമല്ല കേട്ടോ, ഒടിഞ്ഞത് കൊണ്ട് പിന്നെ മുപ്പത്തിന് കുഴപ്പമൊന്നുമില്ല. ഈ ചൂടത്ത് നമുക്ക് പഠിപ്പിച്ച് തിന്നാം. നല്ല മധുരമുണ്ട്. റോട്ടുമേലേക്ക് വീണപ്പോൾ ഒക്കെ ഒന്ന് വെട്ടി കൊടുക്കട്ടെ. എന്താ കണ്ടില്ലേ, കമ്പി വേലി താമരത്ത്. ഇതൊക്കെ മാറ്റട്ടെ. ഞാൻ മെല്ലെ ഇങ്ങോട്ട് എടുക്കട്ടെ കേട്ടോ. നോക്കട്ടെ, തൊട്ടിട്ടേ ഉള്ളൂ. എന്നാ കുഴപ്പമില്ല. ഇനി വീണ് വിചാരിച്ച് കുഴപ്പമില്ല, കാരണം മൂപ്പെത്തീന്. എന്താ ആണോ അങ്ങനെ ഒരു കൊലയും. ഇന്നത്തെ ദിവസം ഉറുമ്പുണ്ട്, നന്നാക്കി എടുക്കാതെ റോട്ടുമേലേക്ക് വീണിട്ടേ ഒക്കെ നന്നാക്കട്ടെ. ഇവിടെ ഇനി ഇടിച്ചക്ക കണ്ടോണ്ടായത്. ഇതവിടെ ഇതൊക്കെ ഇത് ഇടിച്ചക്കൻ്റെ പ്രായം തെറ്റീന്ന് കേട്ടോ. നിറയെ ചക്ക, ഒന്നുകിൽ ചെറുത് അല്ലെ വലുത്. ഇതങ്ങനെ വേറെ ഇതിൻ്റെ അടിയിൽ വേറെ കാണിച്ചു തരാം ഉണ്ടായത്. കണ്ടോ, ഞാനൊന്ന് ഇടിച്ചക്ക വിളവെടുക്കട്ടെ. എൻ്റെ ഇടയിൽ കാച്ചിലുണ്ട്, കാച്ചിലാവൂല. ഇതാ കണ്ടോ, ഇതൊക്കെ എൻ്റെ മക്കളെ അടിപൊളി. ഇതാ ഇടിച്ചക്കക്ക് ഏതാ പാകം നോക്കാം. ഇതല്ലേ പാകം, ഒരു ഇടിച്ചക്കി. ഇതാ ഒരു ഇടിച്ചക്കി. ഇതിലിഷ്ടം പോലെ ഉണ്ട്. കണ്ടോ, വലുതായിക്കോട്ടെ.
ഒരു കാച്ചിലുണ്ട്, ആ കാച്ചിൽ അടക്കട്ടെ, ആ ഒരെന്ന് വിളവെടുക്കുക. ഇതിലും ഇതാ ഞാൻ ചാക്ക് നട്ട കാച്ചിൽ അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. മുള വന്നു കേട്ടോ, മുള വന്നു പറക്കിയിട്ട് ഇതാ ഞാൻ വിളവെടുപ്പ് കുറച്ചവിടെ കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, ബാക്കി അങ്ങോട്ട് കൊണ്ടുവന്ന ഇതാ കുറച്ച് ചീര, ഒരു കാബേജ്, തക്കാളി കുറച്ച്, ഇതാ പച്ചമുളക് കുറച്ച്, കാബേജ് അല്ല ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് എടുത്തതാ, കപ്പ, പിന്നെ ഇടിച്ചക്ക, ഒരു കർമൂസ്, അതൊക്കെ ഓരോന്ന്, ഒരു കൊലയും, ഇത്രയും ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ വിളവെടുപ്പ് കണ്ടില്ല, ഇഷ്ടമായോ? ഇത് ഞാനിങ്ങനെ കാണിക്കുന്നത് നിങ്ങളും ഇങ്ങനെ വിളവെടുപ്പ് പിന്നെ കൃഷി എടുക്കാനാട്ടോ. എൻ്റെ വീഡിയോയിലില്ലേ കുറേ പേര് പറയൂ ഞങ്ങൾ നടുപോലെ നട്ട് കരിയിലുണ്ടാക്കി ഞാൻ വിളവെടുത്തു, ഇനിയും തുടരുന്നു, വിളവെടുപ്പ് തുടരുന്നു, അങ്ങനെ എന്തൊക്കെയോ കമൻറ്റ്. ഒരു കിഡ്നിക്ക് അസുഖമുള്ള ഒരാൾ കിടക്കുമ്പോൾ എൻ്റെ വീഡിയോ ആണല്ലോ കാണല്, അങ്ങനെ അതിന് അസുഖമൊക്കെ മാറിയാരെ പുറത്തിറങ്ങിയപ്പോൾ മുറ്റം നിറയെ ചെടി നട്ടു എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടോ. ഫസീലെ ജസീലെ കേട്ടോ, പേര് മറന്നുപോയി. അപ്പോൾ താങ്ക്സ് കേട്ടോ. എന്നിട്ട് അവരെ ഭർത്താവും ഉപ്പയും ഒക്കെ കൂടിക്കൊടുക്കും പോലും ആ പണിക്കല്ലോ. ഏതായാലും എൻ്റെ പ്രചോദനം എൻ്റെതാണ്. അങ്ങനെ ഓരോരുത്തരും. പിന്നെ എന്നോട് ഇന്നലെ ഒരു കമൻറ്റ് ചോദിച്ചിരുന്നു, ഇന്ന് മറുപടി പറയണമെന്ന് പറഞ്ഞിരുന്നു വീഡിയോയിൽ. ഈ കപ്പ നട്ടപ്പോൾ ഞാൻ റൗണ്ട് കുറച്ചല്ലേ ഇട്ടത്, അപ്പോൾ അതിൽ കൂടെ വളം ഇടാൻ കഴിയുമോ, പിന്നെ വളർന്ന് വരുമ്പോൾ പൊട്ടിച്ച് കൊടുക്കണോ കമ്പ്, അങ്ങനെയൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ അത് പിന്നെ അങ്ങോട്ട് നീക്കിയാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ ലിക്വിഡാണ് ഇനി ഒഴിക്കുന്നത്, നിറയെ കരിയിലട്ടിയില്ലേ. അപ്പം വെള്ളം നനക്കാനും കഴിയും, പിന്നെ വളം ഇടാനും കഴിയും. പിന്നെ 2 കമ്പ് മുളച്ച് വരികയല്ല, അപ്പോൾ രണ്ടും കൂടി കൂട്ടി കെട്ടിയാൽ മതി, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വീഴില്ല. അതും ഒരു ഉപകാരമുണ്ട്. അപ്പോൾ കുറേ അങ്ങോട്ട് കിഴങ്ങ് പോകും, കുറേ ഇങ്ങോട്ട് പോകും, കമ്പ് രണ്ടും കൂട്ടി കെട്ടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നലത്തെ എന്നോട് പറഞ്ഞിരുന്നു ഇന്നത്തെ വീഡിയോയിൽ പറയണേന്നില്ല, അതാണ് സംഭവം കേട്ടോ. വിളവെടുക്കാനുണ്ട്, കാരണം നമുക്ക് ആവശ്യത്തിന് വിളവെടുത്താൽ മതിയല്ലോ. അതുകൊണ്ട് ഇതാ ചുവന്ന ചീര ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, പച്ചമുളകും ഇവിടെ പഴുത്തും ഒക്കെ ഇതൊക്കെ ഉണ്ടായി. ഇതാ കണ്ടില്ലേ, ഈ ചീരയൊക്കെ വിളവെടുക്കാനായിട്ടുണ്ട്, ഈ പച്ചച്ചീര വിളവെടുക്കാനായിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ എന്തൊരു ഭംഗിയുള്ള ചീരയാ, കണ്ടോ, ഇതൊക്കെ വിളവെടുക്കാനായി. ഞാൻ ഇന്നലെ നട്ട തക്കാളി തെളിഞ്ഞു വന്നത് കണ്ടോ, ഇവിടെയും തെളിഞ്ഞു വന്നു. ഞാൻ തെളിയെന്ന് പറഞ്ഞില്ലേ. പിന്നെ ഇവിടെ ഒക്കെ ഉണ്ട് വിളവെടുക്കാൻ. എൻ്റെ ചുവന്ന ചീരയൊക്കെ നോക്ക്, ഞാൻ കൊട്ടയെ നട്ട ചുവന്ന ചീര റോക്കറ്റ് സ്പീഡ് ഞാൻ പറയലില്ലേ, റോക്കറ്റ് സ്പീഡിൽ വളർന്നു. അവിടെ ചുവന്ന ചീര ഒന്ന് വിളവെടുത്ത് മൊത്തം നാശാക്കാണ്ട് നമ്മളെ വീട്ടിലുള്ളതല്ലേ. പിന്നെ ചീരച്ചേമ്പത് അങ്ങോളുണ്ട്, ഒന്നും വിളവെടുക്കുന്നില്ല. ഇത് പൊന്നാങ്കണ്ണി എപ്പം വിളവെടുക്കല. ഇത് മോക്ക് കൊടുത്തയക്കണം, നാളെ ഇത് വെട്ടണം. അപ്പോൾ എൻ്റെ വിളവെടുപ്പ് കണ്ടല്ലോ, എന്തെല്ലാം കണ്ടു. കുറേ വിളവെടുപ്പ് അവിടുന്ന് വിളവെടുത്തിട്ട് അവിടെ തന്നെ കുറേ വിതരണം ചെയ്തതാണ്. എനിക്ക് വിതരണം ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ നട്ടിട്ടായി ചിലർക്കൊന്നും നടാൻ കഴിയില്ലല്ലോ, ചിലർക്കാണെങ്കിൽ വിത്ത് ഉണ്ടാവില്ല, സ്ഥലം ഉണ്ടാവില്ല, ആരോഗ്യം ഉണ്ടാവില്ല, അങ്ങനെ കൂടിയുണ്ട പ്രയാസങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് കൊടുത്തു, ബാക്കി ഇങ്ങോട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വിളവെടുപ്പ് ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.